നമസ്തേ. ഇന്നു നമുക്ക് ഘണ്ടാകർണൻ ആരാണെന്ന് കേൾക്കാം. ചില ക്ഷേത്രങ്ങളിൽ ഘണ്ടാകർണൻ്റെ പ്രതിഷ്ഠയുള്ളതായി കാണാറുണ്ട്. വിഷ്ണു സ്തുതി കൊണ്ട് മോക്ഷം സിദ്ധിച്ച 2 രാക്ഷസന്മാരാണ് ഘണ്ടാകർണന്മാർ. ജ്യേഷ്ഠൻ ഖണ്ഡനും അനുജൻ കർണനും. അതല്ല, ഘണ്ടാകർണൻ ഒരാളാണെന്നും ചില പുരാണങ്ങളിൽ പറയുന്നു. ഘണ്ടാകർണൻ്റെ ജനനം. ദാരുകാസുരൻ ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങി ലോകോപദ്രവം തുടങ്ങി. ദാരുകൻ്റെ ഉപദ്രവം അസഹ്യമായപ്പോൾ പരമശിവൻ തൻ്റെ 3-ാം കണ്ണിൽ നിന്ന് ഭദ്രകാളിയെ സൃഷ്ടിച്ചു. ഭദ്രകാളി യുദ്ധത്തിൽ ദാരുകനെ വധിച്ചു. ദാരുകൻ്റെ ഭാര്യയായ മനോദരി മയൻ്റെ പുത്രിയായിരുന്നു. ഭർത്തൃമരണത്തിൽ ദുഃഖിതയായ മനോദരി ശിവനെ തപസ്സു ചെയ്തു. ശിവൻ പ്രത്യക്ഷനായി തൻ്റെ ദേഹത്തുനിന്ന് കുറേ വിയർപ്പ് തുള്ളികൾ വടിച്ചെടുത്ത് മനോദരിക്ക് പ്രദാനം ചെയ്തു. ആ വിയർപ്പ് തുള്ളി ആരുടെ നേർക്ക് എറിയുന്നുവോ അവർക്ക് മസൂരിബാധ ഉണ്ടാകുമെന്നും അവർ മനോദരിയെ പൂജിച്ച് അവൾക്ക് വേണ്ട ആഹാര സാധനങ്ങൾ പ്രദാനം ചെയ്യുമെന്നും അനുഗ്രഹിച്ചു. അന്നു മുതൽ മനോദരി മസൂരി ദേവിയായി തീർന്നു. ഈ വിയർപ്പ് തുള്ളികളുമായി മനോദരി ഭൂമിയിലേക്ക് വരുന്ന വഴി ഭദ്രകാളിയെ കണ്ടു. തൻ്റെ ഭർത്താവിനെ വധിച്ചവളെ കണ്ട ദേഷ്യത്താൽ മനോദരി ഏതാനും വിയർപ്പ് തുള്ളികൾ ഭദ്രകാളിയുടെ നേർക്കെറിഞ്ഞു. ഉടനെ മസൂരി ബാധിച്ച് ഭദ്രകാളി നിലത്തു വീണു. ഈ വിവരം അറിഞ്ഞ് ശിവൻ തൻ്റെ ചെവിയിൽ നിന്ന് ഒരു ഘോര രാക്ഷസനെ സൃഷ്ടിച്ചു. അയാളാണ് ഘണ്ടാകർണൻ. ശിവൻ്റെ നിർദ്ദേശമനുസരിച്ച് ഘണ്ടാകർണൻ ഭൂമിയിൽ വന്ന് ഭദ്രകാളിയുടെ ശരീരത്തിലെ മസൂരി നക്കിയെടുത്തു. മുഖത്ത് നക്കാൻ തുടങ്ങും നേരം ഭദ്രകാളി തടഞ്ഞു. സഹോദരൻ സഹോദരിയുടെ മുഖത്ത് നക്കാൻ പാടില്ല എന്നതിനാൽ ഇന്നും ഭദ്രകാളിയുടെ മുഖത്ത് ആ മസൂരി കല ഭൂഷണമായി വിളങ്ങുന്നു. ഈ രാക്ഷസൻ മുമ്പ് വിഷ്ണുദ്രോഹിയായിരുന്നു. വിഷ്ണുവിൻ്റെ പേര് കേൾക്കാതിരിക്കാൻ കർണങ്ങളിൽ ഘണ്ട, അതായത് മണി കെട്ടിത്തൂക്കി സഞ്ചരിച്ചിരുന്നു. കർണങ്ങളിൽ മണി കെട്ടിയിരുന്നതിനാലാണ് ഘണ്ടാകർണനായത്. ഇനി ഘണ്ടാകർണനെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ എന്താണ് കാരണം എന്നാണെങ്കിൽ, ഈ ഘണ്ടാകർണൻ കുബേരൻ്റെ ഭൃത്യനായി തീർന്നു. ഒരിക്കൽ മോക്ഷപ്രാപ്തിക്കായി ശിവനെ തപസ്സു ചെയ്തു. ശിവൻ പ്രത്യക്ഷനായി പറഞ്ഞു തന്നേക്കാൾ വലിയവൻ വിഷ്ണുവാണെന്നും വിഷ്ണുവിനെ തപസ്സു ചെയ്യാനുമായി ഘണ്ടാകർണനോട് പറഞ്ഞു. അതു കേട്ടതു മുതൽ ഘണ്ടാകർണൻ കർണങ്ങളിൽ നിന്ന് മണിയൊക്കെ അഴിച്ചു കളഞ്ഞ് വിഷ്ണുനാമം ജപിച്ചു തുടങ്ങി. പിന്നീട് ദ്വാപരയുഗത്തിൽ ഈ ഘണ്ടാകർണന് ശ്രീകൃഷ്ണ ദർശനം സാധിക്കുകയും ശ്രീകൃഷ്ണൻ തൻ്റെ വിഷ്ണുരൂപം ഘണ്ടാകർണന് കാണിച്ചു കൊടുക്കുകയും ഘണ്ടാകർണനെ ഒന്ന് തലോടുകയും ചെയ്തു. അപ്പോൾ തന്നെ ഘണ്ടാകർണന് മോക്ഷം ലഭിച്ചു. രാക്ഷസനാണെങ്കിലും വിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ വൈകുണ്ഠം പ്രാപിച്ചതിനാൽ ദേവനായിത്തീർന്ന ഘണ്ടാകർണനെ ഇന്നും ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചു കാണുന്നു. 18 കൈകളോടുകൂടിയ ഘണ്ടാകർണൻ മസൂരി തുടങ്ങിയ പാപജങ്ങളായ രോഗങ്ങളെ മാറ്റുന്നവനായി മാറി. നല്ല അറിവായില്ലേ? നമസ്തേ നമസ്തേ.